നമുക്ക് ഒന്നുകൂടെ പ്രയാഗ്രാജിലേക്ക് പോകേണ്ടിയിരിക്കും, നന്ദഗോപനിലേക്ക് പോകാം. നന്ദഗോപൻ കഴിഞ്ഞ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്തിന്റെ സമാപനം കുറിച്ച് ഇങ്ങനെ മകരവിളക്ക് ദിവസത്തോടടുക്കുമ്പോഴായിരുന്നു അങ്ങ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയിലേക്ക് ദിവസങ്ങൾ അങ്ങനെ കൗണ്ട് ഡൗൺ ആരംഭിച്ചത്. എല്ലാ കണ്ണുകളും അവിടേക്ക് കാത്തിരിക്കുകയായിരുന്നു. അന്ന് ജനം TV സംഘം അങ്ങ് അയോധ്യയിൽ നിന്ന് ഇപ്പോൾ നന്ദഗോപൻ പങ്കുവെക്കുന്ന പോലെ തന്നെ ഗംഗാ ആരതിയും അവിടെ നിന്ന് അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ട് ഈ വർഷം ഈ മകരവിളക്ക് മഹോത്സവത്തിലേക്ക് അടുക്കുമ്പോൾ അങ്ങ് പ്രയാഗ്രാജിൽ നമ്മുടെ സംഘാംഗങ്ങളുണ്ട്. നന്ദഗോപന്റെ നേതൃത്വത്തിൽ അവിടെ ആളുകൾ എത്തി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നു, അവിടുത്തെ പ്രധാന ചടങ്ങുകൾ കാണിക്കുന്നു. അങ്ങനെ വലിയൊരു മുഹൂർത്തമാണ്. നേരത്തെ കൃഷ്ണാജിനോട് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കേവലം ഒരു വാർത്താ റിപ്പോർട്ടിംഗ് എന്നതിനപ്പുറത്തേക്ക് ഇത് നൽകുന്ന പ്രത്യേക ഒരു അനുഭവമുണ്ട്. നന്ദഗോപൻ അതിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഒരു പരിധിവരെ നന്ദഗോപനോട് ഒരു അസൂയ തോന്നുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾ ഒരു പുണ്യം ചെയ്ത ആളുകളാണ്. കാരണം ഈ 144 വർഷം കൂടിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന പൂർണ്ണ കുംഭിൽ മഹാകുംഭിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുക, ആ പുണ്യജലത്തിലൊന്ന് സ്നാനം ചെയ്യാൻ കഴിയുക എന്നതൊക്കെ വലിയ 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 ഭാഗ്യമാണ്. നന്ദഗോപൻ പ്രയാഗ്രാജിൽ നിന്ന് നന്ദഗോപന് പങ്കുവെക്കാൻ വിവരങ്ങൾ വളരെ വേഗം പറയാം. തീർച്ചയായിട്ടും 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുക എന്നുള്ളത് പൂർവ്വജന്മ സുഹൃതം എന്ന നിലയിലാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും കാണുന്നത്. അത്തരത്തിലാണ് നമ്മൾ ജനം TVയുടെ ഭാഗമായി ഇവിടെ ഈ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമ ഭൂമിയിലെത്തുമ്പോൾ നമുക്കും കണക്ക് കൂട്ടാൻ കഴിയുന്നത് അത്തരത്തിൽ തന്നെയാണ്. വലിയ തീർത്ഥാടന പ്രവാഹമാണ്. നാളെ പ്രധാന സ്നാനമാണ്, ഷാഹി സ്നാനം എന്നുള്ളതാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ സ്നാനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിവിധ ദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ അണമുറിയാതെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് പ്രയാഗ്രാജ് കാണാൻ കഴിയുന്നത്. എല്ലാവരിലും ഒരു പോസിറ്റീവ് എനർജിയാണ്. ആർക്കും ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ നമ്മൾ ശബരിമലയിൽ ഇത്തരത്തിലൊരു ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയ്യപ്പന്മാർ വന്ന് അവർക്ക് കുടിവെള്ളം ലഭിച്ചില്ല, അവർക്ക് വേണ്ട സംരക്ഷണം ലഭിച്ചില്ല, അല്ലെങ്കിൽ അത്തരം പരാതികൾ പറയുന്നത് സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇവിടെ ഈ മണ്ണിൽ പ്രയാഗ്രാജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരം പരാതിയോ പരിഭവങ്ങളോ ആർക്കുമില്ല. എല്ലാം ഉള്ളതിൽ അവർക്കെല്ലാം വളരെ സന്തോഷം. ഇവിടെ എത്താൻ കഴിഞ്ഞത് തന്നെ വളരെ പുണ്യമായി കരുതിപ്പോരുന്ന ജനങ്ങളാണ്. അവർക്ക് ഈ നാളെ നടക്കുന്ന ഷാഹി സ്നാൻ എന്നുള്ള പ്രധാനപ്പെട്ട സ്നാനകർമ്മത്തിൽ പങ്കെടുക്കണം. അതിലൂടെ ജീവിത പ്രാരാബ്ധങ്ങൾ കുറഞ്ഞു കിട്ടും, ജീവൻ മുക്തമാകും, ജീവന് മുക്തി ലഭിക്കുമെന്നുള്ള സങ്കല്പത്തിലാണ് ഓരോ ഭക്തരും. പുരാണ ഇതിഹാസങ്ങളിൽ പ്രതിപാദിക്കുന്നതും അതുതന്നെയാണ്. അതായത് പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃത്, ആ അമൃത് അസുരന്മാർ തട്ടിയെടുക്കാതെ അത് സംരക്ഷിക്കുവാൻ വേണ്ടി ദേവേന്ദ്രൻ്റെ മകൻ ജയന്തൻ ഒരു പരിന്തിൻ്റെ രൂപത്തിൽ വന്ന് ആ അമൃത് കുംഭത്തിലുള്ള അമൃത് അതുമായി പറന്ന് അത് വിവിധ സ്ഥലങ്ങളിൽ അത് പ്രധാനമായും പ്രയാഗ്രാജിലെത്തിയപ്പോൾ ആ കുംഭത്തിൻ്റെ ഈ പരിന്തവിടെ അല്പം വിശ്രമിച്ചുവെന്നും അങ്ങനെ ആ കുംഭത്തിലിരുന്ന അമൃതിൻ്റെ അംശം ഈ ത്രിവേണി സംഗമത്തിൽ ഈ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമത്തിൽ പതിച്ചു. അത് ഈ കൃത്യമായ ഇടവേളകളിൽ ദേവന്മാരുടെ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ആ അമൃതിൻ്റെ സാന്നിധ്യം ഈ തീർത്ഥത്തിലുണ്ട് എന്നുള്ള സങ്കല്പമാണ് ഓരോ ഭക്തരും. ആ സങ്കല്പത്തിലാണ് ഓരോ ഭക്തരും അങ്ങനെ ജീവൻ മുക്തം എന്നുള്ള ആ ഒരു അമൃതിലേക്ക് ആ അമൃത് പാനം ചെയ്യുവാൻ അല്ലെങ്കിൽ ആ അമൃത് കലർന്ന ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാനാണ് ഓരോ ഭക്തരും കടന്നു വരുന്നത്. ഓരോരുത്തരിലും ആ ഒരു പോസിറ്റീവ് എനർജി മാത്രമല്ല, ഇതൊരു സംഗമ ഭൂമി കൂടിയാണ്. ആധ്യാത്മിക സംഗമ ഭൂമി മാത്രമല്ല, തരത്തിലുള്ള സംഗമം, വിവിധ ഭാഷകളുടെ സംഗമം, വിവിധ സംസ്കാരങ്ങളുടെ സംഗമം, അതേപോലെ തന്നെ വിവിധ ഭക്ഷണങ്ങളുടെ സംഗമം, അങ്ങനെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ വിവിധങ്ങളായ ഭാരതത്തിൻ്റെ പാരമ്പര്യവും ഒക്കെ തന്നെ സംയോജിക്കുന്ന ഒരു ഭൂമി കൂടിയാണ് പ്രയാഗ്രാജ്. അങ്ങനെ വലിയൊരു തീർത്ഥാടന മേളയാണ്. ലോകമെമ്പാടും വലിയ തീർത്ഥാടനങ്ങളൊക്കെ തന്നെ നടക്കുമെങ്കിലും ഇത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇത്ര കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടനം അത് ഭാരതത്തിൽ പ്രയാഗ്രാജിൽ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് എന്നുള്ളതാണ് സവിശേഷത. അത് ഈ മണ്ണിൻ്റെ സവിശേഷത തന്നെയാണ്. പല വൈദേശിക അക്രമികളും ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യമൊക്കെ തന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അതെല്ലാം ഊട്ടിയുറപ്പിച്ചത് ഇത്തരം കുംഭമേള പോലെയുള്ള സാംസ്കാരിക സംഗമത്തിലൂടെയാണ്. വീണ്ടും ഭാരതത്തിലേക്ക് ഈ മണ്ണിൻ്റെ വീട്
അവരുടെ സ്വദേശങ്ങളിലേക്ക് നടന്ന് വീണ്ടും അവർക്ക് ഈ നാടിനായി ജീവിക്കുവാൻ അല്ലെങ്കിൽ ഈ സംസ്കാരത്തിനായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു അംശം അത് ഇവിടെ നിന്നും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ആ ഭാരതത്തിൻ്റെ ആ പൈതൃകവും പാരമ്പര്യവും ഒക്കെ തന്നെ ഇവിടെ നിന്നും സമ്പാദിച്ച് അവരുടെ നാടുകളിലേക്ക് എത്തിക്കുവാനൊക്കെ തന്നെ ഉതകുന്ന രീതിയിലുള്ള വലിയ സാംസ്കാരിക പരിപാടികൾ കൂടി ഇവിടെ നടക്കുന്നു. വിവിധ ആശ്രമങ്ങളുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ ഭജനകൾ, പ്രഭാഷണ പരമ്പരകളൊക്കെ തന്നെ നടക്കുന്നു. ആ പ്രഭാഷണങ്ങളിലും ആ ഹോമങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുക്കുവാനും അതിൻ്റെയൊക്കെ തന്നെ ഭാഗമാകുവാനും ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകർക്കും അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. കേവലം ഒരു സ്നാനം നടത്തി തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുക എന്നതിലുപരി ഈ സന്യാസി മഠങ്ങളിലെത്തി ആ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവരുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് അവരുടെ പ്രഭാഷണങ്ങൾ ശ്രവിച്ച് ഇവിടെ നടക്കുന്ന മഹാഹോമങ്ങൾ, ചണ്ഡികാ ഹോമവും അതേപോലെ തന്നെ രുദ്രഹോമം അടക്കമുള്ള ഓരോ ആശ്രമങ്ങളിലും പ്രത്യേകം ഹോമങ്ങളാണ് നടക്കുന്നത്. ആ ഹോമങ്ങളിലൊക്കെ തന്നെ പങ്കാളികളാകുവാൻ വേണ്ടി കൂടിയാണ് ഈ ഭക്ത സഹസ്രങ്ങൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആ ഒരു മോക്ഷം അല്ലെങ്കിൽ ആ ആധ്യാത്മിക അനുഭൂതി അവർക്ക് ലഭിക്കുക, അത് ഈ ആ ഊർജ്ജം ഇവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഓരോ ഭക്തരും ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ദശനാമി സന്യാസികൾ പരമ്പരയിൽപ്പെട്ട മുഴുവൻ സന്യാസി സമൂഹത്തിൻ്റെയും ഒരു സാന്നിധ്യം ഈ മണ്ണിലുണ്ട്. അവർ ഈ കുംഭമേള സമയത്ത്, പ്രത്യേകിച്ച് ഈ ഷാഹി സ്നാൻ സമയത്ത് അവർ ആ സ്നാനത്തിനായി ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും ആ സന്യാസി സമൂഹം ഇവിടേക്കെത്തും. ഹിമാലയൻ മലനിരകളിൽ കൊടും തണുപ്പിൽ തപസ് ചെയ്യുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അത്തരം സന്യാസികളടക്കം അല്ലെങ്കിൽ നാഗസന്യാസിമാർ, അഖാഡകളൊക്കെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അത്തരം സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു സാന്നിധ്യം ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ, പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ ഈ മഹാകുംഭമേളയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഭക്തർക്ക് അത് കൂടുതൽ ഈ തീർത്ഥാടനം ഊർജം നൽകുവാനുള്ള കാരണവും അവരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അത്തരം സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു സാന്നിധ്യം കൂടിയാണ് എന്നുള്ളതാണ്. ഏതായാലും തീർത്ഥാടന പ്രവാഹം നിലയ്ക്കുന്നില്ല. 70 ലക്ഷം തീർത്ഥാടകർ ഇപ്പോൾ ഈ ഒരു സ്നാനം നിർവഹിച്ചു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന കണക്കുകൾ. അതിനുപരി നാളെ ഏതാണ്ട് 10 കോടിയോളം ജനങ്ങൾ ഈ ഷാഹി സ്നാനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ ഈ പ്രയാഗ്രാജിലേക്ക് എത്തും. അങ്ങനെ അണമുറിയാതെ ജനങ്ങൾ വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഉമേഷ്.